മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ പ്രവർത്തനം വിലയിരുത്താൻ മന്ത്രി കെ രാജനെത്തി. 2026 ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിലെ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ മിഷനറിയും തൊഴിലാളികളെയും ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രിയിലും നടത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ വാക്കുകൾ ആദ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ മന്ത്രി കെ രാജൻ എൽസ്റ്റൺ എസ്റ്റേറ്റ് സന്ദർശിച്ചു. 297 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അടിത്തറ, കോളം, സ്ലാബ് തുടങ്ങി സിവിൽ സ്ട്രക്ചർ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തയാഴ്ച പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ ആരംഭിക്കും. ഡിസംബർ അവസാനത്തോടെ ഈ വർക്കുകൾ പൂർത്തീകരിക്കും. ഒരു തലവേദനയില്ല, സർക്കാർ തലവേദനയില്ലാതെ മുന്നോട്ട് പോകും. ആകെയുള്ള തലവേദന ഇതിനെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് ചിറ്റമ്മ നയം എന്നല്ല പറയേണ്ടത്. ചിറ്റമ്മ നയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദയുണ്ട്. കാരണം ചിറ്റമ്മയ്ക്കും ഉണ്ടാകുമല്ലോ ഒരു നയം. ഇത് ശത്രുതാപരമായിട്ടുള്ള നയം കേരളത്തിനോട് കാണിക്കുക എന്നുള്ള ഏറ്റവും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. സെക്ഷൻ 13 അനുസരിച്ച് കേരളത്തിൻ്റെ കടമെഴുതി തള്ളുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അതാണ് നമ്മുടെ തലവേദന. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശത്തെ, കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട, ഇത് കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കുന്ന ഒന്നാണെന്നും ഞങ്ങൾക്കിതുകൊണ്ട് ദ്രോഹിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റേത് മാത്രമായിരിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് തെറ്റിദ്ധരിക്കരുത്. മഴ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് പലപ്പോഴും പ്രതിസന്ധി ആകുന്നുണ്ടെന്നും വയനാട്ടിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ടെന്നും 2026 ജനുവരിയോടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ആണ് നിലവിലെ ശ്രമമെന്നും മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.